الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒരു വർഷത്തെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് സ്കൂളുകളെല്ലാം അവധിയിൽ പ്രവേശിച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ ഇന്ന് വീടുകളിൽ നമ്മുടെ കൂടെയുണ്ട്. ചില രക്ഷിതാക്കൾ പറയാറുണ്ട്, കുട്ടികളുടെ പരിധി വിട്ട കളികളും
കുസൃതികളുമൊക്കെ കാണുമ്പോൾ സ്കൂളുണ്ടെങ്കിൽ ഒരു സ്വൈരമുണ്ടായിരുന്നു, ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വേവലാതി പറയുന്ന ചില രക്ഷിതാക്കൾ ഉണ്ടാവാറുണ്ട്. കുട്ടികൾ അടങ്ങിയിരിക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഒരു മൂലയിൽ ഇങ്ങനെ അടങ്ങി ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മൾ ആ കുട്ടിയെ ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. കുട്ടികളാവുമ്പോൾ കുറച്ച് കളികളും വികൃതികളും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഞാനീ പറഞ്ഞ കാര്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇന്നിൻ്റെ തലമുറ കഴിഞ്ഞുകൂടുമ്പോൾ, പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് കുട്ടികളെ വീട്ടിലേക്ക് കിട്ടുന്നില്ല, എപ്പോൾ നോക്കിയാലും കളി തന്നെയാണ്, ഭക്ഷണം കഴിക്കാൻ പോലും കിട്ടുന്നില്ല എന്നുള്ള പരാതിപ്പെട്ടിരുന്ന മാതാപിതാക്കൾ ഇന്ന് അതിലും വലിയ ഒരു ബേജാറിലാണ്. കുട്ടി റൂമിൻ്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അവന് ഭക്ഷണം വേണ്ട, കൂട്ടുകാരില്ല, ശരീരത്തിന് വ്യായാമം ഉണ്ടാകുന്ന തരത്തിലുള്ള കളികളിലൊന്നും കുട്ടികൾ ഇടപെടുന്നില്ല. ഒരു വല്ലാത്ത മൂകത അവനെ ബാധിച്ചിട്ടുണ്ട്. എപ്പോൾ നോക്കിയാലും മൊബൈലിൻ്റെ ആ ഒരു അവസ്ഥയിലാണ്, മൊബൈലിൻ്റെ കൂടെയാണ്. പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടങ്ങി ഒരു മൂലയിൽ അവിടെ ഇരുന്നു കൊള്ളും. ഇതാണ് ഏറെ പേടിക്കേണ്ടുന്ന ഒരവസ്ഥ. അപകടകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ച് ഉള്ളത് എന്ന് ഞാനടക്കമുള്ള രക്ഷിതാക്കൾ മനസ്സിലാക്കുക. ആരോഗ്യ വിദഗ്ധന്മാരൊക്കെ പറയുന്നത് 18 വയസ്സിന് മുൻപുള്ള കുട്ടികൾക്ക് മൊബൈൽ നൽകിപ്പോകരുത് എന്നാണ്. എങ്ങാനും അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പരിധിയിൽ, നമ്മുടെ നിയന്ത്രണത്തിൽ കേവലം മിനിറ്റുകൾ അല്ലെങ്കിൽ 5-10 മിനിറ്റുകളിൽ ഒതുങ്ങി മാത്രം അവരത് കണ്ട് ആസ്വദിക്കുന്ന, പിന്നീട് അതിന് കർശനമായി നിയന്ത്രണം വരുത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് കുട്ടികളിൽ ഒരു വല്ലാത്തൊരവസ്ഥയാണ്, മൂകത. ആരോടും ഇടപെടാതെ, മിണ്ടാതെ, വീട്ടിലേക്കൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് വാതിൽ തുറന്നു കൊടുക്കാൻ പോലും മക്കൾ മുന്നോട്ട് വരാറില്ല. ഇനി വന്നാൽ തന്നെ ആ വാതിൽ തുറന്നു കൊടുത്ത് കുട്ടി മൊബൈലും കൊണ്ട് നേരെ റൂമിലേക്ക് പോകും. ഈ വന്ന മനുഷ്യൻ ആരോട് എന്ത് ചോദിക്കണമെന്ന് പോലും അറിയാത്ത സാഹചര്യം. മക്കൾ അങ്ങനെ. വീട്ടിലെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയ ഗൗരവമേറിയ ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഇന്നിൻ്റെ തലമുറകളിൽ പരസ്പരമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടവർ ആരെല്ലാമാണ് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിയോട് എങ്ങനെ പെരുമാറണമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം അവരുടെ ലോകം കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും ഗെയിമുകളുടെയും കൂടെയാണ്. തന്നെയുമല്ല, അവർ കണ്ടുകൊണ്ടിരിക്കുന്നതോ തൻ്റെ ശത്രുക്കളെ കൊലപാതകം ചെയ്തുകൊണ്ടും ആക്രമിക്കുന്നതുമൊക്കെയായി ത്രില്ലടിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിമുകളും അതുപോലെയുള്ള കാർട്ടൂണുകളുമാണ് ഇന്ന് കുട്ടികൾക്ക് ഹരം. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളുടെ നേരെ കയർക്കുകയും അവരുടെ നേരെ കത്തിയോങ്ങുകയും ചെയ്യുന്ന മക്കൾ വളർന്നു വരാൻ കാരണം അനിയന്ത്രിതമായ സാഹചര്യത്തിൽ വളർന്നു വന്ന മക്കളാണ് എന്ന് അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയ വിദഗ്ധന്മാരായ ആളുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ കരുതലോടുകൂടിയാണ് കാണേണ്ടത്. കുട്ടികൾ അല്ലാഹു നൽകിയ വലിയ സമ്മാനമാണ്. മക്കളില്ലാത്തവരോട് ചോദിക്കണം കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വേദനയും പ്രയാസവും. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവൻ പരീക്ഷിക്കുന്ന തരത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അല്ലാഹുവിനോട് അടുത്തവരായ അമ്പിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ളത്.
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 80ഓളം വർഷം അദ്ദേഹത്തിന് ഒരു സന്താനത്തിന് വേണ്ടി കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥന നിരതനായിരുന്നു. 80ാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന് ജനിക്കുന്നത്. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, അള്ളാഹുവേ, എൻ്റെ തല നരച്ചു, എൻ്റെ ഞരമ്പുകൾ ദുർബലമായി തുടങ്ങി, എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു, എല്ലാ നിലയിലും ഞാൻ അവശനായി തീർന്നിട്ടുണ്ട്. പക്ഷേ നിന്റെ കാരുണ്യത്തിലും പ്രതീക്ഷയിലും ഞാൻ വിശ്വാസമുള്ളവനാണ്, പ്രതീക്ഷയുള്ളവനാണ്. എനിക്കൊരു മകനെ തരണം, എനിക്കൊരു അനന്തരാവകാശിയെ നൽകണമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അപ്പോ മക്കൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഒരു സമ്മാനമാണ്, അനുഗ്രഹമാണ്. സഹോദരങ്ങളെ, നമ്മളാണ് നമ്മുടെ മക്കളെ വിമർശിക്കുകയും പഴിക്കുകയും കുട്ടികൾ വീട്ടിലുള്ളതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് അള്ളാഹു നൽകിയ ഔദാര്യമാണ്. ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആദരിക്കുമെന്നാണ്. ഇത് റബ്ബ് നൽകുന്ന ഔദാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് ശല്യമല്ല, അവർ നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം. ഒന്നാമതായി, സ്കൂളുകളില്ലാത്ത കാലഘട്ടങ്ങളിൽ ദിവസത്തിന്റെ ഭൂരിപക്ഷ സമയവും അവർ മറ്റുള്ള ആളുകളുടെ കൂടെയാണ്, സ്കൂളിലാണ്, അധ്യാപകരുടെ കൂടെയാണ്. നമ്മുടെ മക്കള് ഈ ഒരു 2 മാസക്കാലം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവരെ സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുവാനും ഒരു കുഞ്ഞിന് എന്തൊക്കെയാണോ വേണ്ടത് രക്ഷിതാവാണ് തീരുമാനിക്കേണ്ടത്. കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത് മുഴുവനും വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവരെ തലക്ക് മുകളിൽ കയറ്റിവെക്കുക എന്നുള്ളതല്ല ഒരു യഥാർത്ഥ രക്ഷിതാവ് ചെയ്യേണ്ടുന്ന തർബിയത്ത്. മക്കളെ മാന്യമായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് രക്ഷിതാക്കളുടെ ബാധ്യത. നമ്മുടെ മക്കൾ നമുക്ക് നാളെ ഉപകാരപ്രദമാകുന്ന തരത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവാറുണ്ട്, ബെസ്റ്റ് ഫ്രണ്ടുകൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാന്റെ മക്കളല്ല അവരുടെ ബെസ്റ്റ് ഫ്രണ്ടുകളാവേണ്ടത്. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ വിഷയങ്ങളിലുള്ള അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കുവാനുള്ള അത്താണിയായി തീരണം അവരുടെ മാതാപിതാക്കൾ. ഒരു പെൺകുട്ടിക്ക് തൻ്റെ സ്വകാര്യമായ ആവശ്യങ്ങൾ തൻ്റെ ഉമ്മാനോട് പറയാൻ കഴിയണം. അതുപോലെ തന്നെ മകൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആ ദിവസത്തെ അവരുടെ ഹിസ്റ്ററിയെ സംബന്ധിച്ച്, ആ ദിവസത്തിൽ അവരുടെ സ്കൂളുകളിൽ അവൾ നടത്തിയിരുന്നതായ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചറിയുന്ന ഒരു ഉമ്മയുണ്ടെങ്കിൽ ആ മകൾ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. മറിച്ച് മകളോടൊന്നും ചോദിക്കുന്നില്ല. ഒരു ഭാഗത്ത് മകൾ ഇരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഉമ്മ മൊബൈലിൽ തോണ്ടിയിരിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ മാനസികമായി സ്വന്തം വീട്ടിൽ വെറുപ്പും അതുപോലെ തന്നെ മാതാപിതാക്കളോട് വെറുപ്പും വൈരാഗ്യവുമായി കൊണ്ട് നമ്മുടെ മക്കൾ വളർന്നു വരുന്നു എങ്കിൽ രക്ഷിതാക്കളെ ഞാനും നിങ്ങളുമാണ് അതിൻ്റെ ഉത്തരവാദികൾ. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ നമ്മുടെ ഒരാൺകുട്ടി, ആ ആൺകുട്ടി വീട്ടിലിരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അവനോട് ഫ്രണ്ട്ലിയായി സംസാരിക്കാൻ മെനക്കെടാത്ത മാതാപിതാക്കളാണെങ്കിൽ, പ്രത്യേകിച്ച് പിതാക്കന്മാർ അനാവശ്യമായി മക്കളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ അവരോട് ഇത് കയർക്കുന്നു എങ്കിൽ ആ കുട്ടി തൻ്റെ പ്രയാസങ്ങളും തൻ്റെ സങ്കടങ്ങളും അതുപോലെ തന്നെ തൻ്റെ ആവശ്യങ്ങളും ഒക്കെ ഉന്നയിക്കാൻ അവർക്ക് പ്രത്യേകമായി വലയങ്ങൾ കണ്ടെത്തും. അതുപോലെ ഇൻസ്റ്റഗ്രാമുകളിലും വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും അവർ ഫ്രണ്ടുകളെ തേടും. അവിടെ ചതിക്കുഴികളും അതുപോലെ തന്നെ പൈശാചിക ചിന്തയുള്ള ആളുകളും നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുമ്പോഴേക്കിന് പല ചതികളിലും അവർ പെട്ടുപോയിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു പാഠമുണ്ട്. മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടെയാണ്. അവന്റെ മനസ്സിൽ കളങ്കമുണ്ടായിരുന്നില്ല, ഒരാളോടും വെറുപ്പോ വൈരാഗ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൻ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി.
അവനെ ജൂതനും ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ മജൂസിയും ഒക്കെ ആക്കി മാറ്റുന്നത് അവന്റെ മാതാപിതാക്കളെന്ന് ലോകത്തിന്റെ ഗുരുനാഥൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ നിലയിലുമുള്ള കാരണക്കാർ ഞാനും നിങ്ങളുമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ വിഷയങ്ങളിൽ ഉത്തരവാദിത്തത്തോടുകൂടി ഇടപെടുന്ന ഒരു രക്ഷിതാവുണ്ടെങ്കിൽ, മതപരമായ വിഷയങ്ങളിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യവും അവരെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ആ രക്ഷിതാവ് തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചവനാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്, ഇടയന്മാരാണ്. എന്ന് വെച്ചാൽ തന്റെ ഭരണീയരായ ആളുകളെ സംബന്ധിച്ച്, തന്റെ കീഴിലുള്ള ഭാര്യയും മക്കളും അവരുടെ വിഷയങ്ങളെ സംബന്ധിച്ച് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ചോദ്യം ചെയ്യപ്പെടും ഞാനും നിങ്ങളും. ഞാൻ എൻ്റെ മകനെ ഏത് നിലയിലാണ് വളർത്തിയത്, ഇസ്ലാമികപരമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവർക്ക് നമ്മൾ ഏത് നിലയിലെല്ലാം നൽകിയിട്ടുണ്ട്, മറുപടി പറയേണ്ടി വരും. നമ്മുടെ മക്കൾ പറയുകയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമോ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവോ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഇസ്ലാമികപരമായ സാഹചര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ക്ലാസ്സുകളിലും അതുപോലെയുള്ള ക്യാമ്പുകളിലുമൊക്കെ ചില കുട്ടികൾ പറയാറുണ്ട്, എൻ്റെ ഉപ്പ എന്നോട് ഒരിക്കൽ പോലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇതിന്റെ ഗൗരവം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് അങ്ങകലെ ഇരുന്നു കൊണ്ട് മാതാപിതാക്കളുടെ നെഞ്ചിലേക്ക് മക്കൾ വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, പ്രതികളാരാണ്? മാതാപിതാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമാണ്, ഉത്തരവാദിത്വമാണുള്ളത്. നമ്മുടെ മക്കൾ ഈ സീസണിൽ പ്രത്യേകമായി അവധിക്കാലത്ത് ടൂറുകളൊക്കെ പോകാറുണ്ട്. പറഞ്ഞേക്കണ്ട എന്നല്ല പറഞ്ഞത്, മറിച്ച് ഒരു പരിചയവുമില്ലാത്ത ഏതെങ്കിലുമൊക്കെ ആളുകളുടെ കൂടെ നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് 3-4 ദിവസങ്ങൾക്ക് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടു. രാത്രിയായിട്ടും വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ചോദിക്കാതിരിക്കുന്ന ഭോഷന്മാരായ മാതാപിതാക്കളാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്. മക്കളെയും കൂട്ടി മസിൽ പിടിച്ചിരിക്കാതെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ കൂട്ടി ഒന്ന് ഉല്ലാസത്തിന് പോകണം. അവർക്ക് നല്ലതായ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. ഹലാലായ മാർഗത്തിലുള്ള ടൂറുകളൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ആഭാസകരമായ പേക്കൂത്തുകളിലേക്ക് ചെന്ന് ചാടുന്നതിന് നമ്മുടെ മക്കൾ അവർക്ക് സാഹചര്യങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ തടയിടണം. അതിനുള്ള അവസരങ്ങൾ മാതാപിതാക്കളാണ് ഉണ്ടാക്കേണ്ടത്. പാപങ്ങളായ ആളുകളുടെ ജീവിത രീതികൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലാവും താൻ അനുഭവിക്കുന്ന സുഖവും സൗകര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ തന്റെ ജീവിതത്തിലുള്ളത് മക്കൾക്ക് മനസ്സിലാവണമെങ്കിൽ പാവങ്ങളുടെ ജീവിത രീതികൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അവരെയും കൊണ്ട് ഹോസ്പിറ്റലുകൾ സന്ദർശിക്കണം. കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് മാരകമായ രോഗത്തിന് അടിമകളായിട്ടുള്ള ആളുകളെ കാണുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യത്തിന്റെ മഹത്വം എനിക്കും നിങ്ങൾക്കും ബോധ്യമാവുകയുള്ളൂ. വളർന്നു വരുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഓരോ രക്ഷിതാക്കൾക്കും ഉള്ളത്. കുടുംബങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം അവർക്ക്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞൊരു കാര്യമാണത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ നസ്ബുകളെ സംബന്ധിച്ച്, നിങ്ങളുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്കറിയണം ആരാണ് എൻ്റെ മൂത്താപ്പാന്റെ മകൻ, എൻ്റെ അമ്മാവന്റെ മകൾ ആരാണ് എന്നവരറിയണം. ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കുടുംബ ബന്ധങ്ങൾ നമ്മൾ പ്രത്യേകമായി ഊട്ടിയെടുക്കണം. സന്ദർശനങ്ങളും ക്ഷണങ്ങളും ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടാവണം. ആ ഒരു മാനവികമായ മാനസികമായ ഒരു അവസ്ഥയിലായിരിക്കണം എന്റെയും നിങ്ങളുടെയും വീടുകൾ ഈ ഒരു അവധിക്കാലത്തുണ്ടാവേണ്ടത് എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. ഇല്ല എങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകൾ അവരെ തകർത്ത് കളയും. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ നമസ്കരിക്കാൻ നമ്മുടെ മക്കൾക്ക് വിവരമില്ലാതെ ആരെങ്കിലും കയറി നിന്ന് നമസ്കരിക്കുന്ന സാഹചര്യം നമ്മുടെ ജനാസക്കുണ്ടെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ മനസ്സിലാകണം, അതിന്റെ പ്രതികൾ നിങ്ങൾ തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ദീന് പഠിപ്പിച്ചു കൊടുത്തില്ല. അവരോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല മയ്യത്ത് എങ്ങനെ നമസ്കരിക്കണമെന്ന് നിനക്കറിയുമോ? അതുപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകളെ കുറിച്ച് നിനക്കറിയുമോ? ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എങ്ങനെയാണ് തസ്ബീഹ് ചൊല്ലേണ്ടതെന്ന്
ആ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ എവിടെ നിന്നാണ് അവർക്ക് അത് മനസ്സിലാവുക? സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈ വേനൽ അവധിക്കാലത്ത് പ്രത്യേകമായ മോറൽ സ്കൂളുകളും അതുപോലെ തന്നെ പ്രത്യേകമായ MSMകളും ISMകളും ഒക്കെ നടത്തുന്ന ക്യാമ്പുകളും മതപരമായ വിഷയങ്ങൾ പഠിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ മക്കൾക്ക് വേണ്ടി സംവിധാനിക്കാറുണ്ട്. എന്റെയും നിങ്ങളുടെയും മക്കൾ ആ ഒരു മീറ്റിംഗിൽ, ആ ഒരു സംരംഭത്തിൽ പങ്കാളികളാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മക്കൾ ഒരു പക്ഷേ വേണ്ട എന്ന് പറയും, പോകാൻ താല്പര്യമുണ്ടാവില്ല. പക്ഷെ അവിടെയാണ് ഞാനും നിങ്ങളും രക്ഷിതാക്കളാവേണ്ടത്. നന്മയുടെ വഴിയിലേക്ക് അവരെ തിരിച്ചുവിടണം. നിർബന്ധപൂർവം പറഞ്ഞു വിട്ടാൽ 1-2 ക്യാമ്പുകൾ മതിയാവും അവരുടെ ജീവിതം ആകപ്പാടെ മാറിമറിയാൻ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ. നമ്മളോട് മിണ്ടാതെ നടന്നിരുന്ന നമ്മുടെ മക്കൾ നമ്മളോട് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന സാഹചര്യം നിസ്സാരമായി നമ്മൾ കാണുന്ന ചില ക്ലാസ്സുകളിലൂടെയാവും. അതിനുള്ള സാഹചര്യങ്ങളാണ് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. എങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യമായി നിങ്ങളുടെ കുട്ടികൾ മാറിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാലും അയാളുടെ ഖബറിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലദുൻ സ്വാലിഹുൻ യദഊ ലഹു, തനിക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ആ ഒരു സാഹചര്യം എന്റെയും നിങ്ങളുടെയും കുട്ടികളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സഹോദരങ്ങളെ, അവധികാലം നമുക്ക് ശല്യമല്ല, നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാനുള്ള അവസരമാണ്. അങ്ങനെയായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും. അള്ളാഹുവിനോട് നിനക്ക് നന്ദി ചെയ്യുവാനും എന്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കുവാനുമുള്ള അവസരം നൽകിയതിൽ നാഥ ഞാൻ നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ തീർച്ചയായും അതിന് നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞു, അയാളുടെ കർമ്മങ്ങൾക്ക് പുറമെയുള്ള സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ അത്ഭുതത്തോടു കൂടി ചോദിക്കും, അല്ലാഹുവേ, എനിക്കിത് എവിടെ നിന്ന് ലഭിക്കുന്നു? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ സന്ദർഭത്തിൽ ആ മനുഷ്യനോട് പറയുകയാണ്, നിന്റെ മകന്റെ പാപമോചനമാണ്, ഇസ്തിഗ്ഫാറാണ്. നിനക്ക് വേണ്ടി പാപമോചനം ചോദിക്കുന്നതിന്റെ പരിണിത ഫലമാണ്. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് പദവികൾ ഉയരാൻ നമ്മുടെ മക്കൾ കാരണമാവണം. രക്ഷിതാക്കളെ, ആ ഒരു നിലയിലായിരിക്കണം എന്റെയും നിങ്ങളുടെയും നമ്മുടെ മക്കളെ വളർത്തേണ്ടുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. അങ്ങനെ നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയുള്ളവരാവണം. പ്രാർത്ഥിക്കണം നമ്മൾ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചോനെ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. വിശ്വാസികൾക്ക് ഇമാമുകളായി, മാതൃകായോഗ്യരായ ആളുകളായി ഞങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അതിനനുസരിച്ച് പണിയെടുത്താൽ തീർച്ചയായും അവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി അവരുടെ മക്കൾ മാറും എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വലിയൊരു ഉത്തരവാദിത്വമാണ്. നരകമാകുന്ന പരീക്ഷണത്തിൽ നിന്ന്, മഹാശിക്ഷയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. സത്യവിശ്വാസികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരവും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. കാരണം അത് അപകടം പിടിച്ച സ്ഥലമാണ്. മനുഷ്യരും കല്ലുകളുമാണ് അതിലിട്ട് കത്തിക്കപ്പെടുക. കാരണം അത്രമാത്രം ഭയാനകമായ ആ നരകത്തിൽ അതിന്റെ കാവലായിക്കൊണ്ട് കഠിനന്മാരായ പരുഷ സ്വഭാവികളായ അതിഗൗരവമേറിയ ശിക്ഷ നൽകുന്നവരായ കൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഒരു നിലയിലും അള്ളാഹുവിന്റെ കൽപ്പന അവർ ലംഘിക്കുകയില്ല. അതികഠിനമായ ശിക്ഷകളായിരിക്കും ആ നരകത്തിൽ ആ മലക്കുകൾ ഈ അവിശ്വാസികളായ ആളുകൾക്ക് നൽകുക. ആ ഒരു അവസ്ഥ എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാവരുത്. മറിച്ച് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം. അതിനുള്ള പ്രചോദനമാണ് എന്നിലും നിങ്ങളിലും ഉണ്ടാവേണ്ടത്.
എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. നാളെ നമ്മുടെ മക്കൾ ഈ ലോകത്ത് നമുക്ക് സ്നേഹമുള്ളവരായതുപോലെ പരലോകത്തും അവർ നമുക്ക് ഉപകാരപ്രദമാകുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി തീരണം. ഇല്ല എങ്കിൽ അള്ളാഹുവിനോട് അവർ പരാതി പറയും, റബ്ബന, അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിഹിം ദുഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറ. അല്ലാഹുവേ, ഇരട്ടി ശിക്ഷ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങൾ ഈ കാരണക്കാരായി തീർന്ന ആളുകൾക്ക്, അത് സുഹൃത്തുക്കളാവാം, മാതാപിതാക്കളാവാം, ജ്യേഷ്ഠന്മാരാവാം, കുടുംബങ്ങളിൽപ്പെട്ടവരാവാം, അവർ നാശത്തിലേക്ക് ആപതിക്കാൻ കാരണക്കാരായത് ആരാണെങ്കിലും അവർക്കെതിരെ, ആ കുട്ടികൾ, നമ്മുടെ മക്കൾ നമുക്കെതിരെ വിരൽ ചൂണ്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, ഇരട്ടി ശിക്ഷ നൽകണമേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാതാപിതാക്കളെ ഞാനും നിങ്ങളും രക്ഷപ്പെടണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അതിനാൽ നമുക്കുള്ള ഈ വെക്കേഷൻ, നമ്മുടെ മക്കളുടെ ഈ ഒരു അവസരങ്ങൾ അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, മതപരമായ ബോധം അവർക്ക് നൽകിക്കൊണ്ട്, പള്ളികളിലേക്ക് അവരെ ആനയിച്ചുകൊണ്ട്, പ്രായപൂർത്തിയെത്താത്ത പ്രായത്തിൽ നമ്മൾ കുട്ടികളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരും. എന്നാൽ 14 15 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ മക്കൾ വീട്ടിൽ കിടന്നുറങ്ങുന്നു, നമ്മൾ പതുക്കെ പള്ളിയിലേക്ക് വരുന്നു. ഒരിക്കൽ പോലും ഒരു മാതാപിതാക്കളും ഒരു പിതാവും ആവശ്യപ്പെടാറില്ല നമസ്കരിക്കാൻ പള്ളിയിൽ പോകണമെന്ന്. ഈ ഒരു അവസ്ഥ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ ഉണ്ടാവരുത്. ഞാനും നിങ്ങളും പ്രതികളായി തീരും, പടച്ചവന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്നുള്ള ബോധം നമുക്കുണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇങ്ങനെ ശ്രദ്ധാപൂർവം കുടുംബം പുലർത്തിക്കൊണ്ടുവരുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്നാണ് ഈ അവധി വേനൽക്കാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തർബീയത്തിന്റെ, ആ ഒരു ഇസ്ലാമികമായ ഇസ്സത്ത് നിലനിൽക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറേണ്ടുന്നതിന് വേണ്ടി പണിയെടുക്കുക. അങ്ങനെ ബുദ്ധിപരമായി നീങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.